ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീടിനുമാണ് ഭീഷണി വന്നിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൌസിലും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലും പരിശോധന നടക്കുകയാണ്. ഇമെയിൽ വഴി തന്നെയാണ് സന്ദേശം. ക്ലിഫ് ഹൌസ് പരിസരത്ത് നിന്ന് ടി എസ് ഹരികൃഷ്ണനും സെക്രട്ടേറിയറ്റിൽ നിന്ന് ജിബിൻ ജെബിയും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലെ വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണനും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ടി എസ് ഹരികൃഷ്ണനിലേക്ക്. ഹരി, എങ്ങനെയാണ് ക്ലിഫ് ഹൌസിൽ പുരോഗമിക്കുന്നത് പരിശോധന? എത്രമാത്രം സംഘങ്ങൾ, വിദഗ്ധ സംഘങ്ങൾ, ബോംബ് സ്ക്വാഡ് അടക്കം അവിടെ എത്തിയിട്ടുണ്ട്? എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അതീവ സുരക്ഷാ മേഖലയാണ് ക്ലിഫ് ഹൗസ്. മുഖ്യമന്ത്രി താമസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം സുരക്ഷ അവിടെ ഉണ്ട് എന്ന്. അവിടെയാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. ഇതിനു മുമ്പും തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിൽ ബോംബ് ഭീഷണികൾ വന്നിട്ടുണ്ട്. അതെല്ലാം വ്യാജമായിരുന്നു. വ്യാജമായാലും അല്ലെങ്കിലും അത് എത്രത്തോളം ഗൗരവത്തോടെ എടുക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ പരിശോധനകളെന്ന് നമുക്ക് പറയാം. ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണിത്. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ, നന്ദാകോടെ ദേവസ്വം ബോർഡ് ജംഗ്ഷനിലാണ് ഞാനുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് പോകണമെങ്കിൽ പോലീസുകാരുടെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റൂ. ഞാനിവിടെ വരുന്ന സമയത്ത് 2-3 പോലീസ് ജീപ്പുകൾ അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അതായത് ഈ ബോംബ് ഭീഷണി വന്നതിന് ശേഷമായിരുന്നു അത്. പരിശോധനയും മറ്റുമൊക്കെയാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, ഈ പരിസരത്ത് ഈ കാണുന്ന വഴിയിലെ 2 വശത്തായി മന്ത്രിമാരുടെ ഒക്കെ വസതികൾ ഈ പരിസരത്താണുള്ളത്. മാത്രമല്ല, ഈ റോഡിന് തൊട്ടടുത്ത് സമീപത്തോടെ പാരലാറ്റ് പോകുന്ന ആ റോഡിൽ ഒരുപാട് വീടുകളുമുണ്ട്. അതായത് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ താമസിക്കുന്ന സ്ഥലമാണ് ആ പരിസരമൊക്കെ. അപ്പോൾ ഈ പരിസരത്ത് ബോംബ് ഭീഷണി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ളതാണ്, അവിടെ എത്രത്തോളം പരിശോധന നടത്തണം എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അകത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയാത്തത്. പക്ഷേ അകത്ത് പോലീസ് ജീപ്പുകളും മറ്റുമൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ പരിശോധനയും മറ്റുമൊക്കെ ആ ഭാഗത്ത് നടക്കുകയാണ്. ആർ അനന്തകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഇത് കടുത്തൊരവസ്ഥയാണ്. ഇത് എങ്ങനെ നേരിടണം എന്നത് പോലും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഓരോ ഭീഷണി സന്ദേശങ്ങളായി വരുന്നു. അത് അതിന്റെ ഏറ്റവും ഗൗരവപൂർണമായ സാഹചര്യത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഏറ്റവും സുരക്ഷാ മേഖലയിലാക്കി സംസ്ഥാനത്തെ ഏറ്റവും അതീവ സുരക്ഷാ മേഖലകളിൽ അപ്പാടെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഭീഷണി വരികയാണ്. ഇന്ന് 2:30 സ്ഫോടനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതിനു മുൻപ് എവിടെയെങ്കിലും എന്തെങ്കിലും ഇത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പോലീസ് സേനയെ ആകെ വിന്യസിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് സംസ്ഥാനത്ത്. മധു, രാജ്യമാകെ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കേരള സംസ്ഥാനത്തും വലിയ സുരക്ഷാ ഭീഷണി ഉയർന്നിരിക്കുന്നത്. അതും തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഏതാണ്ട് 12, ഇന്നലെ വരെ ഏതാണ്ട് 12 ഇമെയിൽ സന്ദേശങ്ങളാണ് ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. അതിന്റെ തുടർച്ചയായി ഇന്ന് രാവിലെ 11 മണിക്ക് വീണ്ടും തലസ്ഥാനത്തെ 4 സുപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തും എന്നുള്ള സന്ദേശം ലഭിച്ചിരിക്കുന്നു. അതിനൊപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കും എന്നുള്ള ഭീഷണി കൂടി ആ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഇമെയിലിലേക്കും രാജ്ഭവനിലെ ഇമെയിലിലേക്കും ആണ് ഈ സന്ദേശങ്ങൾ വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒപ്പം തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും, അതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്, രാജ്ഭവൻ, അതിനൊപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ വഴുതക്കാട്ട് ഓഫീസ്, ഈ 4 കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് 2-ും 2:30-ക്കും ഇടയിൽ സ്ഫോടനം നടക്കും. അതും ടൈമർ വെച്ചുള്ള IED ബോംബ് സ്ഫോടനമായിരിക്കും. അതിലെ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നും ഇമെയിൽ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന പോലീസും ഇന്റലിജൻസ് വിഭാഗവും കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ തോതിലുള്ള പരിശോധനകൾ ഇപ്പോൾ ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രീകരിച്ച് മറ്റ് ഭീഷണി ഉയർന്ന രാജ്ഭവൻ അടക്കമുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും നടക്കുന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണ്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന സന്ദേശങ്ങളെ തുടർന്ന് ഇതേ രീതിയിൽ വളരെ ഗൗരവത്തോടെയുള്ള പരിശോധനകൾ അതാത് കേന്ദ്രങ്ങളിൽ നടത്തിയിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ ആയില്ല. മാത്രമല്ല, അത് വ്യാജ സന്ദേശമാണ് എന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടങ്ങളിൽ ഇത് വ്യാജ സന്ദേശം, ഇത് വെറുതെ തമാശയ്ക്ക് ആരെങ്കിലും അയക്കുന്നതാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇന്നലെ വിമാനത്താവളത്തിന് ഈ സന്ദേശം ലഭിച്ചതോടുകൂടി വലിയ ഗൗരവത്തിലാണ് കേരള പോലീസും കേന്ദ്ര ഏജൻസികളും ഇതിനെ കാണുന്നത്. കാരണം ഇതിൻ്റെ ഒരു മോഡസ് ചില സ്ഫോടനങ്ങൾ, മുൻകാലങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാമ്യത കാണുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഇന്റലിജൻസ് പറയുന്നത്. കാരണം തുടർച്ചയായി ഇമെയിൽ സന്ദേശങ്ങൾ, വ്യാജ സന്ദേശങ്ങൾ അയക്കുകയും സിസ്റ്റത്തിന്റെ പ്രതികരണം എങ്ങനെയെന്ന് വാച്ച് ചെയ്യുകയും അതിനുശേഷം സ്ഫോടനം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി ഇത്തരം ശക്തികൾക്കുണ്ട്. ആ രീതിയാണോ ഇവിടെ പ്രയോഗിക്കുന്നതെന്നൊരു സംശയം ഏജൻസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ അതീവ ഗൗരവത്തോടെ ഇതിനെ കാണുന്നു. അതിനൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ജിബിൻ ജെബി കൂടിയുണ്ട്. ജിബിൻ, ക്ലിഫ് ഹൗസിലും പരിശോധന നടക്കുന്നു, സെക്രട്ടേറിയറ്റിലും. എങ്ങനെയാണ്? സ്വയമേവ വലിയ സുരക്ഷാ സംവിധാനമുള്ളതാണ്. ഇങ്ങനെ എന്തെങ്കിലും ബോംബുകൾ സ്ഥാപിക്കണമെങ്കിൽ പോലും അങ്ങോട്ട് കയറാൻ കഴിയുന്ന യാതൊരു സാഹചര്യവും നിലവിലില്ല. എങ്കിൽ പോലും പരിശോധനകൾ അത്യന്താപേക്ഷിതമാണ്. എങ്ങനെ മുന്നോട്ട് പോകുന്നു?
ദിവിഷി തൊട്ട് പിന്നിലായി കാണുന്നതാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം സാധാരണക്കാർക്ക് അങ്ങോട്ടേക്ക് കയറുന്നതിന് വലിയ രീതിയിലുള്ള വിലക്കുള്ള ഒരു മേഖലയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ നല്ല പുറത്തുനിന്നുള്ള ഒരു പൊതുജനം ഇങ്ങോട്ടേക്ക് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വലത്തുവശത്തായി കാണുന്ന ഈ ഇന്ത്യൻ കോഫി ഹൗസിന് സമീപത്തായി കാണുന്ന സുരക്ഷാ ജീവനക്കാരുടെ ഓഫീസിലെത്തി അവിടെ നിന്ന് പെർമിഷൻ വാങ്ങി എങ്ങോട്ടേക്കാണോ നമുക്ക് പോകേണ്ടത് അവിടെ നിന്ന് ആ ഓഫീസിൽ നിന്നുള്ള അംഗങ്ങളുടെ കൂടി പെർമിഷൻ വാങ്ങിയതിനു ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് അങ്ങോട്ടേക്ക് എത്തുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. ഇങ്ങോട്ടേക്ക് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലും ബോംബ് വെച്ചിട്ടുണ്ടോ എന്നൊരു തരത്തിലുള്ള സന്ദേശം കമ്മീഷണറുടെ ഓഫീസിൽ ഉൾപ്പെടെ ലഭിക്കുന്നത്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഈ നോർത്ത് ബ്ലോക്കിലും വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നു. ബോംബ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് ഇവരുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അനന്തകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഏകദേശം 15ാമത്തെ ഒരു സന്ദേശമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സന്ദേശം ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കളക്ടറേറ്റിലും പിന്നീട് ബാങ്ക്, സ്വകാര്യ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ബോംബ് ഭീഷണി സന്ദേശം വന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, സെക്രട്ടറി ഏറ്റവും ഒടുവിൽ ഭരണസിര കേന്ദ്രത്തിൽ പോലും ബോംബ് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സന്ദേശമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഈ രാജ്യത്താകെ ജീവനക്കാരടക്കം ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ തുടരുകയാണോ അതോ വ്യാപകമായ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഈ ഓഫീസിന്റെ പ്രിമൈസസിൽ നിന്ന് ആളുകളെ മാറ്റുന്നുണ്ടോ? സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ ഈ വ്യാപകമായ പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ കാര്യങ്ങൾക്ക് യാതൊരു തടസ്സം വന്നിട്ടില്ല. ജീവനക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി സന്ദേശം വരുന്നത് കൊണ്ട് തന്നെ ഒരു പരിശോധനയ്ക്ക് ശേഷം ഒരു പരിശോധന നടത്തി ആ പരിശോധന നടത്തുന്ന സമയത്ത് എന്തെങ്കിലും കാര്യമായ ഒരു സാന്നിധ്യം, എന്തെങ്കിലും വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ മാത്രം ഒഴിപ്പിച്ചാൽ മതി എന്നുള്ള, ജീവനക്കാരെയൊക്കെ ഒഴിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടാണുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ കളക്ടറേറ്റിൽ ബോംബ് സന്ദേശം വന്ന സമയത്ത് കളക്ടറേറ്റിലെ ജീവനക്കാരെ ആകെ അവിടെ നിന്ന് KSRTC ബസ്സുകൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അവിടെ നിന്ന് ഒന്നും തന്നെ അന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും അസ്വാഭാവികമായ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്തുകയും അത്തരത്തിലുള്ള ഈ ഒരു ബോംബിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ജീവനക്കാരെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവനക്കാരും മറ്റുള്ളവരും അകത്ത് തുടരുകയാണ്. ഉദ്യോഗസ്ഥരൊക്കെ അകത്ത് തന്നെയുണ്ട്. ഈ പരിശോധന നടക്കുന്നുണ്ട്. ഈ പരിശോധന നടക്കുന്ന അതേ സമയത്ത് തന്നെ എവിടെയാണോ പരിശോധന നടക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ പരിശോധന നടക്കുന്നത്, അവിടെ ആ ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉള്ളിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ അകത്താണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അനന്തകൃഷ്ണൻ കൂടി തുടരുന്നത്. അനന്തൻ, ഈ ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകളൊന്നും ഭാവനാ സൃഷ്ടിയല്ല. ഡോക്ടർ ഏഴിലൻ നാഗനാഥൻ, അദ്ദേഹം ഒരു MLA ആണ്. IPS ഓഫീസറായ ജാഫർ സൈഡ്, അദ്ദേഹം ഒരു റിട്ടയർഡ് ഓഫീസർ, അങ്ങനെ ഒരാളുണ്ട്. ഒപ്പം തന്നെ ജാഫർ സാദിഖ് എന്ന ഒരു പേര് സൂചിപ്പിക്കുന്ന അങ്ങനെ ഒരു DMK നേതാവ് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള ആളുണ്ട്. ഒപ്പം ഡേവിഡ് വിൻസെൻസിറ്റി, അങ്ങനെ ഒരാൾ ഹാക്കിംഗ് ഒക്കെ ബന്ധപ്പെട്ട് ചില കേസുകളിലൊക്കെ പെട്ട ആളുകളുടെ പേരുകളുമൊക്കെ ഇന്റർനെറ്റിലൊക്കെ കാണുന്നുണ്ട്. ഒപ്പം ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം ഇവാക്യുവേറ്റ് CMO ആൻഡ് ഓൾ പേഴ്സണൽ ആൻഡ് സിവിലിയൻസ് ഫ്രം ദ പോലീസ് പ്രിമിസസ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ആളുകളുടെ ജീവനെക്കുറിച്ച് വളരെ ആകുലതയുള്ള ആളാണ് ഈ ഭീഷണി സന്ദേശം അയച്ചത്. ആളുകളെയൊക്കെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ കൂടി ഈ സന്ദേശത്തിൽ പറയുന്നത് എന്തിൻ്റെ സൂചനയായിട്ടാണ് യഥാർത്ഥത്തിൽ കാണുന്നത്? ഇതുവരെയും സൈബർ സെല്ലിന് ഒരു പോയിന്റിലേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ലേ? ദിവിഷ്, ഈ ഇമെയിലുകളുടെ ഇമെയിൽ അയക്കുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ ID-യിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇതിലെ കണ്ടന്റിന് ഏകദേശം ചില കോമൺ ഫാക്ടറുകൾ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ ആശങ്കയുള്ള ആരോ ആണ് ഇമെയിൽ അയക്കുന്നത്. കാരണം ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഭിച്ച ഇമെയിൽ സന്ദേശത്തിലും VIPകളെയും VVIPകളെയും സാധാരണക്കാരെയും ഒക്കെ പെട്ടെന്ന് എയർപോർട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള സന്ദേശമാണ് നൽകിയിരുന്നത്. ഇന്ന് വന്നേക്കുന്ന മെയിലിൽ പക്ഷേ മുഖ്യമന്ത്രിയെ വധിക്കും എന്നുള്ള സന്ദേശമുണ്ട്. പക്ഷേ ഇതിൽ ഈ വന്ന 10, 12, 15 ഇമെയിൽ സന്ദേശങ്ങളിലെല്ലാം കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് തമിഴ്നാട് കണക്ഷനാണ്. അത് തമിഴ്നാട് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദാംശങ്ങൾ ഇതിലുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നലെ എയർപോർട്ടിൽ ലഭിച്ച ഈ സന്ദേശത്തിൽ പറയുന്നത് അണ്ണാ സർവകലാശാലയിലെ ഒരു പ്രൊഫസർ, വനിതാ പ്രൊഫസറാണ് ഈ ബോംബ് നിർമ്മിക്കാൻ സഹായിച്ചത് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിവെക്കുമ്പോഴും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു കോമൺ ഏരിയ അല്ലെങ്കിൽ ഒരേ സെൻറ്ററിൽ നിന്നാണ് ഈ ഇമെയിലുകൾ പുറപ്പെടുന്നത് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. പക്ഷേ അതിൽ 2 കാര്യങ്ങളാണ് ഈ പോലീസിൻ്റെ നിഗമനം, 2 സാധ്യതകളാണ് പോലീസിൻ്റെ നിഗമനത്തിലുള്ളത്. അതൊന്ന്, പോലീസ് സംവിധാനം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനുള്ള ടെസ്റ്റ് ഡോസ്, അതിനുശേഷം ഒരു സ്ഫോടനം നടത്തുക. അതല്ലെങ്കിൽ ഈ സ്ഫോടനം ഒന്നും നടത്താതെ തന്നെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ അട്ടിമറിക്കുക, എല്ലാ ദിവസവും അവരെ മറ്റൊരു കാര്യത്തിന് വേണ്ടി എൻഗേജ്ഡ്
പ്രതികളാക്കി നിർത്തുക എന്നുള്ളൊരു തന്ത്രം ഈ ഇമെയിലുകൾക്ക് പിന്നിലുണ്ടോ എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കാനിരിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യാൻ പ്രധാനമന്ത്രി എത്തുന്നു. വലിയ പരിപാടിയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് അത്. ആ വലിയ ചടങ്ങിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അടക്കം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ആ സംവിധാനങ്ങളിലേക്ക് SPGയുമായിട്ടൊക്കെ ചേർന്ന് സഹകരിച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകളിലും ഒക്കെയാണ്. അതിനിടയിലാണ് ഈ ഇമെയിൽ സന്ദേശങ്ങൾ വന്ന് ആ സംവിധാനത്തെ താറുമാറാക്കി അവരുടെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയും ഈ സംവിധാനം മണിക്കൂറുകളോളം അവിടേക്ക് വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇന്നലെയൊക്കെ ഓരോ കേന്ദ്രങ്ങളിലായിരുന്നു ഈ പരിശോധനയെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട 4 കേന്ദ്രങ്ങളിൽ ഈ പരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തിലെ ഡോഗ് സ്ക്വാഡിനും ബോംബ് സ്ക്വാഡിനും ഇറങ്ങേണ്ടി വരികയാണ്. അപ്പോൾ SPGU സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ആ സമയത്ത് വിട്ടു നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് ഉറപ്പായും ഈ സംവിധാനത്തെ അലങ്കോലമാക്കാൻ വേണ്ടി നടത്തുന്ന നീക്കമായിട്ട് തന്നെയാണ് അതിനു പിന്നിൽ ഒരു ഗൂഢശക്തി പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തമാശയ്ക്ക് വേണ്ടി ആരെങ്കിലും കാണിക്കുന്ന പരിപാടിയല്ല എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഗൗരവമാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്നലെ മുതൽ ഇതിന്റെ ഏറ്റവും വലിയ പരാജയം സംഭവിച്ചത് ഈ 10-ലധികം ഇമെയിൽ സന്ദേശം വന്നിട്ടും അതിന്റെ ഉറവിടം കണ്ടെത്താൻ നമ്മുടെ സൈബർ സെല്ലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു പ്രത്യേക സംഘത്തെ തന്നെ കേരള പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. അത് ടെക്നിക്കൽ സൈബർ വിങ്ങിലുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ